ഹായ് ആൾ, വെൽക്കം ടു ടെക് പി എസ് സി. ടെക് പി എസ് സിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷനായി ചെയ്തിരുന്നു അല്ലേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എ എം വിയുടെ സിലബസിലുള്ള അതേ സെക്ഷനിലെ ട്രാൻസ്മിഷൻ ആൻഡ് ഇലക്ട്രിക്കൽ സിസ്റ്റം, ട്രാൻസ്മിഷൻ സിസ്റ്റം അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ സിസ്റ്റം, ഓട്ടോമൊബൈലിലെ ശരിക്കും മൂന്നാമത്തെ ഒരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അല്ലേ, അതിൽ മൂന്നാമത്തെ സെക്ഷനായിട്ട് സിലബസിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഭാഗമാണ് ഈ ട്രാൻസ്മിഷൻ സിസ്റ്റം ഇലക്ട്രിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് അല്ലേ. ട്രാൻസ്മിഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ ക്ലച്ച്, ഗിയർ ബോക്സ്, പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, ഡ്രൈവ് ലൈൻ, ഡിഫറൻഷ്യൽ, ആക്സിൽസ്, വീൽസ്, ടയേഴ്സ്, ഇതെല്ലാം തന്നെ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ വരുന്നതാണ്. അതേപോലെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ നമുക്ക് ബാറ്ററി ഉണ്ട്, ചാർജിങ് സിസ്റ്റം, സ്റ്റാർട്ടിംഗ് സിസ്റ്റം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് എന്താണ് ഇലക്ട്രിക്കൽ സിസ്റ്റം വരുന്നത്. സോ എം.വി.യിൽ സിലബസിൽ സെയിം സിലബസിൽ കഴിഞ്ഞ ഈ ഒരു 2026 ജനുവരിയിൽ നമുക്കൊരു എക്സാം നടന്നിട്ടുണ്ടായിരുന്നു, സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ടിലോട്ടുള്ള ഫോർമാൻ എന്ന് പറഞ്ഞുള്ള എക്സാം. സോ അതിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഇതിൽ ട്രാൻസ്മിഷൻ സിസ്റ്റം ഇലക്ട്രിക്കൽ സിസ്റ്റത്തും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് 10 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നോർമലി ചോദിക്കേണ്ടത്. നമ്മുടെ സിലബസ് പ്രകാരം അങ്ങനെ 10 മാർക്കാണ് വരുന്നത്. ചിലപ്പോൾ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്, എങ്കിലും നമുക്ക് കഴിഞ്ഞതാണോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്ലച്ച് ഫേസിംഗ് മെറ്റീരിയൽ ഹാസ് ദി ഹയസ്റ്റ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ? ഓപ്ഷൻ എ പറയുന്നത് ലെതർ, ഓപ്ഷൻ ബി പറയുന്നത് കോർക്ക്, ഓപ്ഷൻ സി പറയുന്നത് ആസ്ബെറ്റോസ് ബേസ് മെറ്റീരിയൽ, ഓപ്ഷൻ ഡി പറയുന്നത് HWK 200 നോൺ ആസ്ബെറ്റോസ്. ഇപ്പോൾ ചോദിച്ചിട്ടുള്ള എന്താണ് അല്ലേ, ഇതിൽ താഴെ പറയുന്ന അതായത് 4 മെറ്റീരിയൽസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ ലിസ്റ്റ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസിൽ ക്ലച്ച് ഫേസിങ്ങിന് വേണ്ടിയിട്ട് അല്ലേ, ക്ലച്ച് ഫേസിംഗ് മെറ്റീരിയലിൽ ഏറ്റവും ഹയസ്റ്റ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഉള്ള മെറ്റീരിയൽ ഏതാണ് എന്നാണ്. ലെതർ ആണോ, കോർക്കാണോ, ആസ്ബെറ്റോസ് ബേസ്ഡ് മെറ്റീരിയൽ ആണോ, നോൺ ആസ്ബെറ്റോസ് ബേസ്ഡ് മെറ്റീരിയൽ ആണോ എന്നുള്ളതാണ് ചോദ്യം. ഏതായിരിക്കും ആൻസർ വരിക? ഏതാണ് ഇതിൽ നമുക്ക് വരുന്നത്? HWK 200 ആണ് അല്ലേ. മോഡേൺ നോൺ ആസ്ബെറ്റോസ് മെറ്റീരിയൽസിലേക്ക് HWK 200 ആർ ഡിസൈൻ ടു പ്രൊവൈഡ് വെരി ഹൈ ഫ്രിക്ഷൻ ആൻഡ് ഹീറ്റ് റെസിസ്റ്റൻസ് കമ്പയർഡ് വിത്ത് ഓൾഡർ മെറ്റീരിയൽസ് സച്ച് ആസ് ലെതർ, കോക്ക് ആൻഡ് ആസ്ബെറ്റോസ്. ദിസ് അലോസ് ബെറ്റർ ടോർക്ക് ട്രാൻസ്മിഷൻ വിത്തൗട്ട് സ്ലിപ്പിംഗ്. അപ്പോൾ നമുക്കിതിൽ ആൻസർ വരുന്നത് HWK 200 ആണ്, അതായത് നോൺ ആസ്ബെറ്റോസ് ടൈപ്പ് മെറ്റീരിയൽ ആണ് ഇതിൽ വരുന്നത്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകണം, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ക്ലച്ചിൽ നിന്നായിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യനും ഒരു ക്ലച്ചിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ് എന്നുള്ളത്. ഇൻ ഫുള്ളി സെൻട്രിഫ്യൂഗൽ ടൈപ്പ് ക്ലച്ച് ദ സ്പ്രിങ്സ് ആർ. ഫുള്ളി സെൻട്രിഫ്യൂഗൽ ടൈപ്പ് ക്ലച്ചിൽ സ്പ്രിങ്സ്, ഫുള്ളി സെൻട്രിഫ്യൂഗൽ ടൈപ്പ് ക്ലച്ച്. നമുക്ക് ഫുള്ളി സെൻട്രിഫ്യൂഗൽ ടൈപ്പ് ക്ലച്ച് എന്ന് പറയാൻ കാരണം നമുക്ക് സെമി സെൻട്രിഫ്യൂഗൽ ക്ലച്ചും ഉണ്ട്, സെൻട്രിഫ്യൂഗൽ ക്ലച്ചും ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ ഫുള്ളി സെൻട്രിഫ്യൂഗൽ ക്ലച്ചാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ പറയുന്നത് യൂസ്ഡ് ഓൺലി അറ്റ് ലോ സ്പീഡ്സ് ടു അസിസ്റ്റ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഇൻ എൻഗേജിങ് ദി ക്ലച്ച്. യൂസ്ഡ് along with the centrifugal force at all speeds to keep the clutch engaged. Eliminated completely, so only centrifugal force provides the required engaging pressure. Then D പറയുന്നത് used only to disengage the clutch when the engine speed increases. അപ്പോൾ സെൻട്രിഫ്യൂഗൽ ക്ലച്ചിൽ ഇതിൽ കറക്റ്റ് താഴെ പറയുന്നതിൽ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. സെൻട്രിഫ്യൂഗൽ ക്ലച്ചിൽ നമുക്ക് സ്പ്രിങ് ഉണ്ടായിരിക്കാറില്ല അല്ലേ. സെമി സെൻട്രിഫ്യൂഗൽ ക്ലച്ചിലാണ് ലോ സ്പീഡ്സിൽ നമുക്ക് എന്ത് ചെയ്യുന്നത് സ്പ്രിങ്ങും, ഹൈ സ്പീഡ്സിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നത്. സോ നമുക്കൊരു സെൻട്രിഫ്യൂഗൽ ക്ലച്ചിന്റെ ഫിഗർ നോക്കാം. ഇതാണ് ഒരു സെൻട്രിഫ്യൂഗൽ ക്ലച്ച് എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ നമുക്കൊരു സെൻട്രിഫ്യൂഗൽ വെയിറ്റും ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇതിനെ ഉള്ളൊരു സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അല്ലേ. ഒരു ടെൻഷൻ സ്പ്രിങ്, ഹെലിക്കൽ ടെൻഷൻ സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ വെയിറ്റ് ആണ്. ഇത് പുറത്തിലെ കവറിംഗ് ആണ് എന്ത് പറയുന്നത്, നമ്മളുടെ ഔട്ടർ ഇതെന്ന് പറയുന്നത് അല്ലേ, ക്ലച്ച് പ്ലേറ്റ്, പുറമേയുള്ള പ്ലേറ്റ് ഇത് കവറിംഗ് എന്ന് പറയുന്നത്. സോ ഇത് ഡ്രൈവ് ചെയ്യുന്നതനുസരിച്ച് ഇതിന്റെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത് അല്ലേ. ഇൻ ഫുള്ളി സെൻട്രിഫ്യൂഗൽ ക്ലച്ച് ഷൂസ് എൻഗേജ് ദ ഡ്രം പ്യുവർലി ഡ്യൂ ടു ദി സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് പ്രൊഡ്യൂസർ ബൈ റൊട്ടേഷൻ. ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം ഇത് പുറത്തോട്ട് വരികയും ഈ ഒരു ഭാഗങ്ങൾ തമ്മിൽ പുറത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന ഡ്രം അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, അത് എൻഗേജ് ആവുകയാണ് നോർമലി ചെയ്യുന്നത്. സോ സ്പ്രിങ്സ് ആർ നോട്ട് യൂസ്ഡ് ടു അപ്ലൈ പ്രഷർ, സോ എൻഗേജ്മെന്റ് ഡിപ്പെൻഡ്സ് എൻറ്റയർലി ഓൺ ദി എൻജിൻ സ്പീഡ്. എഞ്ചിൻ്റെ സ്പീഡിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ എൻഗേജ്മെന്റ് ഡിസെൻഗേജ്മെന്റ് നടക്കുന്നത്. അപ്പോൾ ഇതിൽ സ്പ്രിങ്സ് ഇവിടെ ഉപയോഗിക്കുന്നില്ല. സോ അങ്ങനെ ഒരു ഓപ്ഷൻ അതിൽ ഉണ്ടായിരുന്നു, ഓപ്ഷൻ സി ആണ് അല്ലേ. സ്പ്രിങ്സിനെ കുറിച്ചാണ് ചോദിച്ചത്. സ്പ്രിങ്സ് എലിമിനേറ്റഡ് കംപ്ലീറ്റ്ലി അല്ലേ, സ്പ്രിങ് ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഓൺലി സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് പ്രൊവൈഡ് റിക്വയർഡ് ടു എൻഗേജ് പ്രഷർ. ഈ എൻഗേജ് പ്രഷറിന് വേണ്ടിയിട്ട് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് മാത്രം തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ചൂസ് ചെയ്യുന്നത്. സോ അതാണ് എന്ത് പറയുന്നത്, ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. In constant mesh gearbox, the main shaft is plain round shaft
സ്പ്ലൈൻഡ് ഷാഫ്റ്റ്, ഹോളോ ഷാഫ്റ്റ്, ടാപ്പേഡ് ഷാഫ്റ്റ് എന്നുള്ള ചോദിച്ചിട്ടുള്ളത്. ഒരു കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സ്, നമ്മൾ മാനുവൽ ഗിയർ ബോക്സ് പഠിക്കുന്ന സമയത്ത് നമുക്ക് പഠിക്കേണ്ട ഒന്നാണ് സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സ്, കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സ്, സിംഗ്രോ മെഷ് ഗിയർ ബോക്സ് അല്ലേ. സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സിൽ നമുക്ക് ഏതൊക്കെ ഈ ഓരോ ഗിയർ ബോക്സിലും നമുക്ക് ഏതൊക്കെ ഷാഫ്റ്റുകൾ ഉണ്ടായിരിക്കുക, എങ്ങനെയുള്ള ഗിയറുകളാണ് ഉപയോഗിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ പഠിച്ചു വെക്കുന്നത്. സോ അതിൽ കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സിലെ മെയിൻ ഷാഫ്റ്റ് പ്ലെയിൻ റൗണ്ട് ഷാഫ്റ്റ് ആയിരിക്കുമോ, സ്പ്ലൈൻഡ് ഷാഫ്റ്റ് ആയിരിക്കുമോ, ഹോളോ ഷാഫ്റ്റ് ആയിരിക്കുമോ, ടാപ്പേഡ് ഷാഫ്റ്റ് ആയിരിക്കുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഒരു കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സിലെ ഷാഫ്റ്റുകൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു സ്പ്ലൈൻഡ് ഷാഫ്റ്റ് ആയിരിക്കും അല്ലേ. ഈ സ്പ്ലൈൻഡ് ഷാഫ്റ്റിൽ കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സിൽ എക്സ്ട്രാ നമ്മളൊരു സാധനം ആഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരാണ് ഡോഗ് ക്ലച്ച് എന്ന് പറയുന്നത്. ഈ ഡോഗ് ക്ലച്ച് ആണ് നമ്മൾ ഏത് ഗിയറിലോട്ടാണ് ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ സെലക്ടർ മെക്കാനിക്സ് ഉപയോഗിച്ചിട്ട് സെലക്ട് ചെയ്യുന്നത്. സോ ബാക്കി മെയിൻ ഷാഫ്റ്റിലെ ഗിയേഴ്സും ലേ ഷാഫ്റ്റിലെ ഗിയേഴ്സും ഓൾവേസ് ഇൻ കോൺടാക്ട് അല്ലേ, അത് എല്ലാ സമയത്തും എന്തായിരിക്കും, കോൺടാക്റ്റിലായിരിക്കും. ആൻഡ് ആൾസോ മെയിൻ ഷാഫ്റ്റിലെ ഗിയേഴ്സ് എല്ലാം തന്നെ ഇവിടെ സ്പ്ലൈൻഡ് ആയതുകൊണ്ട് ഇവിടെ ഒരു ബിയറിംഗ്സിലായിരിക്കും അത് ഉണ്ടായിരിക്കുക എന്നുള്ളത് കൂടി ഓർത്തിരിക്കുക. ഇൻ കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സ് ഗിയേഴ്സ് റൊട്ടേറ്റ് ഫ്രീലി ഓൺ ദി ഷാഫ്റ്റ് ആർ ലോക്ക്ഡ് യൂസിങ് ഡോഗ് ക്ലച്ചസ് ഓർ സിങ്ക്രണൈസേഴ്സ് ദാറ്റ് സ്ലൈഡ് ഓവർ സ്പ്ലൈൻസ്. ദ ഷാഫ്റ്റ് മസ്റ്റ് ബി സ്പ്ലൈൻഡ്. ഷാഫ്റ്റ് എന്തായിരിക്കും സ്പ്ലൈൻഡ് ഷാഫ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക അല്ലെ. ഡോഗ് ക്ലച്ച് ആണ് ഇതിൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്തിട്ട് ഏത് ഗിയറിലോട്ടാണോ വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഗിയറിലോട്ട് നമ്മളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നത്. നമുക്ക് ഇവിടെ നോർമലി ഒരു ക്ലച്ച് ഷാഫ്റ്റ് ഉണ്ടാവും, ദെൻ നമുക്ക് ഒരു ലേ ഷാഫ്റ്റ് അല്ലെങ്കിൽ കൗണ്ടർ ഷാഫ്റ്റ് എന്ന ഷാഫ്റ്റ് ഉണ്ട്, ദെൻ മുകളിൽ നമുക്ക് എന്തുണ്ട്, ഒരു മെയിൻ ഷാഫ്റ്റ് ഉണ്ട് അല്ലേ. അങ്ങനെ 3 ഷാഫ്റ്റ് ഉണ്ടാകുക. മെയിൻ ഷാഫ്റ്റിൽ കുറേ ഗിയേഴ്സ് ഉണ്ടാവും, ലേ ഷാഫ്റ്റിൽ ഗിയേഴ്സ് ഉണ്ടാവും, ദെൻ ക്ലച്ച് ഷാഫ്റ്റിൽ ഒരു ഗിയർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഗിയർ ബോക്സിന്റെ വർക്കിംഗ് പഠിക്കുന്ന സമയത്ത് ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. അതായത് ഓരോ ഗിയേഴ്സും വെച്ചിരിക്കുന്ന ഷാഫ്റ്റുകൾ സ്പ്ലൈൻഡ് ആണോ അതോ ഫിക്സഡ് ആണോ, ഏതൊക്കെ ബിയറിംഗിലാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്തിരിക്കണം. സോ ഇറ്റ് ഈസ് ആൻസർ വരുന്നത് നമുക്ക് ഓപ്ഷൻ ബി ആയിരിക്കും. എന്തായിരിക്കും, സ്പ്ലൈൻഡ് ഷാഫ്റ്റ് ആയിരിക്കും നമുക്ക് ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ. നാലാമത്തെ ക്വസ്റ്റിലോട്ട് പോവാണ്. ദ ഡ്രൈവിംഗ് മെമ്പർ കണക്റ്റഡ് ടു ദ എൻജിൻ ഇൻ എ സിംഗിൾ സ്റ്റേജ് ടോർക്ക് കൺവേർട്ടർ ഈസ് കോൾഡ്. ടോർക്ക് കൺവേർട്ടർ ഏതായിരുന്നു അറിയാലോ, ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ടോർക്ക് കൺവേർട്ടർ ഉപയോഗിക്കുന്നത്. സോ അതിൽ ഡ്രൈവിംഗ് മെമ്പർ കണക്റ്റഡ് ടു എൻജിനിൽ കണക്ട് ചെയ്യുന്ന ഡ്രൈവിംഗ് മെമ്പറിന് പറയുന്ന പേര് ടർബൈൻ ആണോ, സ്റ്റേറ്റർ ആണോ, ഇംബെല്ലർ ആണോ, ഫ്രീ വീൽ ആണോ. ഇവിടെ നമുക്ക് 2 പേരിൽ ശരിക്കും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓപ്ഷൻ നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ കേട്ടോ. ടർബൈൻ, സ്റ്റേറ്റർ, ഇംബെല്ലർ, അതേപോലെ തന്നെ ഫ്രീ വീൽ. ഇതിൽ ഏതാണ് നമ്മൾ ഡ്രൈവിംഗ് മെമ്പറിലോട്ട് കണക്ട് ചെയ്യുന്നത്, ഒരു ടോർക്ക് കൺവേർട്ടറിന്റെ ഡ്രൈവിംഗ് മെമ്പറിലോട്ട് അതായത് എഞ്ചിനിലോട്ട് കണക്ട് ചെയ്യുന്ന ഭാഗം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. സോ ഇവിടെ ഒരു ടോർക്ക് കൺവേർട്ടറിന്റെ അല്ലെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റ് കാണാൻ പറ്റും. ഈ ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്നും ഈ ഒരു വരുന്നിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. ഇവിടെ പമ്പ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതാണ് ഞാൻ 2 പേര് പറഞ്ഞത്. ഈ പമ്പിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇംബെല്ലർ എന്ന് പറയുന്നത്. ഈ പമ്പിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇംബെല്ലർ എന്ന് പറയുന്നത്. സോ ഇവിടെ പമ്പ് ഓർ ഇംബെല്ലർ എന്ന് കാണാൻ പറ്റും. ഇതിന്റെ അകത്തൊരു ടർബൈൻ അല്ലെ. 3 ഭാഗങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് പമ്പ്, രണ്ടാമത്തത് അല്ലെങ്കിൽ ഇംബെല്ലർ, ടർബൈൻ, അതേപോലെ തന്നെ സ്റ്റേറ്റർ എന്ന് പറയുന്നത്. So impeller, the pump is directly connected to the engine. It rotates the engine and throws transmission fluid outward to drive the turbine. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ പമ്പാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇംപെല്ലറാണ് എഞ്ചിനിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. ഔട്ടായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗം, നമ്മുടെ ടർബൈൻ ഭാഗം. പിന്നെ നമുക്കൊരു മൾട്ടിപ്ലിക്കേഷനും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ സ്റ്റേറ്ററും നമ്മൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, ടോർക്ക് മൾട്ടിപ്ലിക്കേഷനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. സോ ഇംപെല്ലർ എന്ന് വന്നാലും പമ്പ് എന്ന് വന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ മാർക്ക് ചെയ്യാം. ഇതിൽ ഓപ്ഷൻ സി ഇംപെല്ലർ ആയിരിക്കും അപ്പോൾ നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ക്ലിയർ ആണല്ലോ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആ ഒരു ഫിഗറും ലേ ഔട്ടൊക്കെ മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. നെക്സ്റ്റ് 5th ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. 5th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളെ ഡ്രൈവ് ഷാഫ്റ്റ് അല്ലെ, യൂണിവേഴ്സൽ ജോയിന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. നമ്മൾ ക്ലച്ച് വന്നു, ഗിയർ ബോക്സ് വന്നു, ഇനി ഡ്രൈവ് ഷാഫ്റ്റ് വരികയാണ്. ഡ്രൈവ് ഷാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ഡിഫറൻഷ്യലൊക്കെ വരുന്ന ഒന്നിച്ചുള്ള യൂണിറ്റ് ആയിട്ട് കൂട്ടാം. സോ ഇൻ ഫ്രണ്ട് വീൽ ഡ്രൈവ് കാർ വിച്ച് ടൈപ്പ് ഓഫ് CV ജോയിന്റ് ഈസ് ജനറലി യൂസ്ഡ് അറ്റ് ദി വീൽ എൻഡ് ഓഫ് ഡ്രൈവ് ഷാഫ്റ്റ്. ഫ്രണ്ട് വീൽ ഡ്രൈവ് ഉപയോഗിക്കുന്ന കാറുകളിൽ, ഫ്രണ്ട് വീൽ ഡ്രൈവ് വാഹനങ്ങളിൽ അല്ലേ, ഏത് ടൈപ്പ് CV ജോയിന്റ്, കോൺസ്റ്റന്റ് വെലോസിറ്റി ജോയിന്റ്, നമ്മൾ യൂണിവേഴ്സൽ ജോയിന്റിൽ തന്നെ കോൺസ്റ്റന്റ് വെലോസിറ്റി ജോയിന്റും വേരിയബിൾ വെലോസിറ്റി ജോയിന്റും പഠിച്ചിട്ടുണ്ട്. സോ കോൺസ്റ്റന്റ് വെലോസിറ്റി ജോയിന്റിൽ അല്ലേ, അതിന്റെ ഏതിലാണ് ചോദിച്ചിട്ടുള്ളത്, വീൽ എൻഡിൽ, ആ ഷാഫ്റ്റിലെ ഡ്രൈവ് ഷാഫ്റ്റിന്റെ വീൽ എൻഡിൽ ഏതായിരിക്കും ഉണ്ടായിരിക്കുക എന്നാണ്. സോ ഓപ്ഷൻ എ ഇൻബോർഡ് പ്ലഞ്ചിങ് ടൈപ്പ് ജോയിന്റ്, ഓപ്ഷൻ ബി ഔട്ട്ബോർഡ് ഫിക്സ്ഡ് ടൈപ്പ് ജോയിന്റ്, ഇൻബോർഡ് യൂണിവേഴ്സൽ ജോയിന്റ്, ഔട്ട്ബോർഡ് സ്ലൈഡിംഗ് യോക്ക് ജോയിന്റ്. നമ്മൾ കുറേ അധികം ജോയിന്റിനെ കുറിച്ച് പഠിച്ചിട്ടില്ല. വേരിയബിൾ വെലോസിറ്റി ജോയിന്റും അതേപോലെ കോൺസ്റ്റന്റ് വെലോസിറ്റി ജോയിന്റ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ പഠിക്കുന്ന നമ്മൾ സെപ്പ ജോയിന്റ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അങ്ങനെയുള്ള കുറേ അധികം ജോയിന്റിലുണ്ട്. ഇതിൽ നമുക്ക് ഏതാണ് ആൻസർ വരുന്നത്, ഔട്ട്ബോർഡ് ടൈപ്പ് ആണല്ലേ, ഔട്ട്ബോർഡ് ഫിക്സ്ഡ് ടൈപ്പ് ജോയിന്റ് ആണ് വരുന്നത് ആണല്ലോ.
outer joint near the wheel is usually fixed CV joint, because it must transmit torque at large steering angles while maintaining constant velocity. എന്തുകൊണ്ടാണ് നമ്മൾ ഫിക്സ്ഡ് സി വി ജോയിന്റ് ഉപയോഗിക്കുന്നത് കൂടി ഉണ്ട് കേട്ടോ. അതിന്റെ കാരണം കൂടി ഇതിൽ പറയുന്നുണ്ട്. മസ്റ്റ് ട്രാൻസ്മിറ്റ് ടോർക്ക് അറ്റ് ലാർജ് സ്റ്റിയറിംഗ് ആംഗിൾസ് വൈൽ മെയിൻറ്റെയിനിങ് കോൺസ്റ്റന്റ് വെലോസിറ്റി അല്ലേ. അപ്പോൾ ഫിഗറും ഓയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷനിൽ നമ്മളുടെ ബി ആണ്, ഔട്ട് ബോർഡ് ഫിക്സ്ഡ് ടൈപ്പ് ജോയിന്റ് ആണ് നമുക്ക് വരുന്നത്. ഓപ്ഷൻ ബി ആയിരിക്കും ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാണ്. ദ സ്ഫെറിക്കൽ എൻഡ് ഓഫ് ദി ടോർക്ക് ട്യൂബ് ഇൻ എ ടോർക്ക് ട്യൂബ് ഡ്രൈവ് ഫിറ്റ്സ് into a cup that is fixed to the ഗിയർ ബോക്സ്, പ്രൊപ്പലർ ഷാഫ്റ്റ്, ഫ്രെയിം ഓർ ക്രോസ് മെമ്പർ ഓഫ് ഫ്രെയിം, റിയർ ആക്സിൽ ഷാഫ്റ്റ്. ഏതാണ്? നമുക്ക് ഡ്രൈവ് കൊടുക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ 2 ടൈപ്പ് ഡ്രൈവാണ് പ്രൊപ്പലർ ഷാഫ്റ്റിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ചിട്ടുള്ളത്. ഏതാണ്? ടോർക്ക് ട്യൂബ് ഡ്രൈവും അതേപോലെ തന്നെ ഹോച്ച്കിസ് ഡ്രൈവും. ടോർക്ക് ട്യൂബ് ഡ്രൈവിൽ എന്ത് പറയുന്നുണ്ട്? ഒരു സ്ഫെറിക്കൽ ഒരു കപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. അത് എവിടെയാണ് ഫിറ്റ് ചെയ്തതെന്നല്ല ചോദിക്കുന്നത്. ദ സ്ഫെറിക്കൽ എൻഡ് ഓഫ് എ ടോർക്ക് ട്യൂബ് ഡ്രൈവ് ഫിറ്റ്സ് ഇൻ ടു ദി കപ്പ് ഈസ് ഫിക്സ്ഡ് ടു. കപ്പിലാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ആ കപ്പ് എവിടെയാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. കപ്പിലേക്കല്ല ഫിക്സ് ചെയ്ത്, കപ്പാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. കപ്പ് എവിടെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ചോദിക്കുന്നത്. ഗിയർ ബോക്സിലാണോ, പ്രൊപ്പല്ലർ ഷാഫ്റ്റിലാണോ, ഫ്രെയിമിലാണോ, റിയർ ആക്സിൽ ഷാഫ്റ്റിലാണോ എന്നല്ലേ. നമുക്കൊരു ഹോച്ച്കിസ് ഡ്രൈവിന്റെ ഒരു ലേഔട്ട് നോക്കാം. ജസ്റ്റ് ഒരു സിമ്പിൾ ഫിഗർ നോക്കാം. ഇതിൽ നമുക്ക് ഹോച്ച്കിസ് ഡ്രൈവിൽ ഇവിടെയാണ് നമ്മുടെ കപ്പ് വരുന്നത്. ഈ കപ്പ് എവിടെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ചോദിക്കുന്നത്. ഈ കപ്പ് ഓൾമോസ്റ്റ് എന്തായിരുന്നത്? ഫ്രെയിമിലോട്ടായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ക്രോസ് മെമ്പറിലോട്ടായിരിക്കും. ഫ്രെയിം ഉണ്ടെങ്കിൽ ഫ്രെയിമിലോട്ട് തന്നെയാണ് അധികം കൊടുക്കാറുള്ളത്, ഇല്ലെങ്കിൽ ക്രോസ് മെമ്പറിലോട്ടും കൊടുക്കാറുണ്ട്. സോ ഗിയർ ബോക്സിലോട്ടാണോ എന്നുള്ളതൊക്കെ വരുന്നില്ലേ. ഓപ്ഷൻ വരുന്നത് ഗിയർ ബോക്സ് ആണോ, പ്രൊപ്പലർ ഷാഫ്റ്റ് ആണോ, ഫ്രെയിം ഇവിടെ ഉണ്ട്, അതേപോലെ തന്നെ റിയർ ആക്സിൽ ഷാഫ്റ്റ് ആണ് അല്ലേ. ഇൻ ടോർക്ക് ട്യൂബ് ഡ്രൈവ് ദ സ്ഫെറിക്കൽ ജോയിന്റ് കണക്ട്സ് ടു ദി ടോർക്ക് ട്യൂബ് ആൻഡ് എ കപ്പ് ഈസ് മൗണ്ടഡ് ഓൺ ദി വെഹിക്കിൾ ഫ്രെയിം ഓർ ക്രോസ് മെമ്പർ. വെഹിക്കിളിന്റെ ഫ്രെയിമിലോ അല്ലെങ്കിൽ ക്രോസ് മെമ്പറിലോ ആയിരിക്കും എന്തുണ്ടായിരിക്കുക, ഈ കപ്പ് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. കറക്റ്റ് ആണല്ലോ. 6th ക്വസ്റ്റ്യന്. ഓക്കെ, നെക്സ്റ്റ് 7th ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. The tapered net used to pull a spoke tight in a wire wheel is called. ഒരു ടാപ്പേഡ് നെറ്റ് അല്ലേ, ടു പുൾ ദി സ്പോക്ക് ടൈറ്റ് ഇൻ എ വയർ വീൽ. വയർ വീലിൽ ആ സ്പോക്കുകൾ ഉണ്ടല്ലോ, വയർ വീലിന്റെ സ്പോക്സ് ടൈറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊടുക്കുന്ന ഒരു ടാപ്പേഡ് നെറ്റ് ഉണ്ട്. ആ നെറ്റിന് പറയുന്ന പേര് കോളർ ആണോ, നിപ്പിൾ ആണോ, ബുഷ് ആണോ, ഫെറൂൾ ആണോ? നമുക്ക് വീൽസ് ആൻഡ് ടയേഴ്സിന്റെ ഭാഗത്ത് നിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണെന്ന് നോക്കാം. നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വീൽസ് പഠിക്കുമ്പോൾ നമ്മൾ വയർ വീല്, സ്പോക്ക് വീല്, അലോയ് വീല്, ഡിസ്ക് വീല്, അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. സോ അതിൽ സ്പോക്ക് ടൈറ്റ് ചെയ്യുന്ന അല്ലേ, ഈ ഒരു ഭാഗമാണ് പറയുന്നത്. നമുക്ക് ഈ സ്പോക്കുകൾ, ഇതാണ് സ്പോക്കുകൾ എന്ന് പറയുന്ന ഭാഗം ആണല്ലോ. കുറെ സ്പോക്സ് നമ്മുടെ ഹബിൽ നിന്ന് റിമ്മിലോട്ട് വരും. ഈ റിമ്മിലോട്ട് ഈ സ്പോക്കുകൾ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ടാപ്പേഡ് നെറ്റ് ഉണ്ട് എന്ന് പറഞ്ഞല്ലേ. ഇതിനെ നമ്മൾ പറയുന്ന പേര് നിപ്പിൾ എന്നാണ് പറയാറുള്ളത്. ഇതിനെ നമ്മൾ പറയുന്നത് നിപ്പിൾ എന്നാണ്. അപ്പോൾ ഓപ്ഷൻ ബി നിപ്പിൾ ആയിരിക്കും ഇതിന്റെ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ. 7th ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. നെക്സ്റ്റ് 8th ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഇലക്ട്രിക്കൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് 8th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. വേർ ഇസ് ദ തേർഡ് ബ്രഷ് പ്ലേസ്ഡ് ഇൻ എ തേർഡ് ബ്രഷ് ജനറേറ്റർ? തേർഡ് ബ്രഷ് ജനറേറ്ററിൽ തേർഡ് ബ്രഷ് എവിടെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിച്ചത് അല്ലേ. അറ്റ് ദി സെയിം പൊസിഷൻ ഓഫ് ദി മെയിൻ പോസിറ്റീവ് ബ്രഷ്, 90 ഡിഗ്രി ഇലക്ട്രിക്കൽ എഹെഡ് വിത്ത് മെയിൻ ബ്രഷസ്, സംവേർ വേർ ദ ഫ്ലക്സ് ബിക്കംസ് വീക്കർ അറ്റ് ഹയർ സ്പീഡ്സ്. ഓപ്ഷൻ ഡി പറയുന്നത് എക്സാക്ട്ലി മിഡ് വേ ബിറ്റ്വീൻ ദി പോൾസ്. എവിടെയാണ് ഇതിൽ കറക്റ്റ് ആയിട്ട് ആൻസർ വരിക അല്ലേ? ഇതിൽ ആൻസർ തന്നെ സംവേർ ദി ഫ്ലക്സ് ബിക്കംസ് വീക്കർ അറ്റ് ഹയർ സ്പീഡ്സ് അല്ലേ. അപ്പോൾ ഈ ഒരു ഹയർ സ്പീഡ്സിൽ ഫ്ലക്സ് എവിടെയാണോ വീക്ക് ആവുന്നത് അവിടെയാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഈ തേർഡ് ബ്രഷ് പ്ലേസ് ചെയ്യുന്നത്. അതാണ് നോക്കാം. ഇൻ എ തേർഡ് ബ്രഷ് ജനറേറ്റർ ദ തേർഡ് ബ്രഷ് ഈസ് പ്ലേസ്ഡ് അറ്റ് എ പൊസിഷൻ വേർ ദ മാഗ്നറ്റിക് ഫ്ലക്സ് വീക്കൻസ് ആസ് ദ ജനറേറ്റർ സ്പീഡ് ഇൻക്രീസസ്. ജനറേറ്ററിന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് മാഗ്നറ്റിക് ഫ്ലക്സ് വീക്ക് ആവുന്ന സ്ഥലങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്, ഈ തേർഡ് ബ്രഷ് നമുക്ക് പ്ലേസ് ചെയ്യുന്നത്. ഇൻ ദിസ് അറേഞ്ച്മെന്റ് ഓട്ടോമാറ്റിക്കലി ലിമിറ്റ്സ് ചാർജിങ് കറന്റ് അറ്റ് ഹൈ സ്പീഡ്സ്, പ്രിവെന്റ്സ് ബാറ്ററി ഓവർ ചാർജിങ്, പ്രൊവൈഡ്സ് സിമ്പിൾ വോൾട്ടേജ് ഓർ കറന്റ് റെഗുലേഷൻ വിത്തൗട്ട് എ സെപ്പറേറ്റ് റെഗുലേറ്റർ അല്ലേ. അപ്പൊ ഈ ഒരു അറേഞ്ച്മെന്റ് കൊടുക്കുന്നത് കൊണ്ടുള്ള കാര്യങ്ങളും കൂടി ഈ ഒരു 3 പോയിന്റ്സിലായിട്ട് നമ്മൾ പറയുന്നുണ്ട് അല്ലേ. ഓട്ടോമാറ്റിക്കലി ലിമിറ്റ്സ് ചാർജിങ് കറന്റ് അറ്റ് ഹൈ സ്പീഡ്സിൽ ചാർജ് ചെയ്യുന്നതിൽ ഓട്ടോമാറ്റിക്കലി ലിമിറ്റ് ആവുന്നുണ്ട്. പ്രിവെന്റ്സ് ബാറ്ററി ഓവർ ചാർജിങ്, ബാറ്ററി ഓവറായിട്ട് ചാർജ് ആവുന്നുണ്ടെങ്കിൽ അത് നമുക്ക് പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് സെപ്പറേറ്റ്ലി ഒരു വോൾട്ടേജ് ഓർ കറണ്ട് റെഗുലേറ്റർ കൊടുക്കേണ്ട ആവശ്യം വരില്ല. പ്രൊവൈഡ് എ സിമ്പിൾ വോൾട്ടേജ് ഓർ കറണ്ട് റെഗുലേഷൻ വിത്തൗട്ട് സെപ്പറേറ്റ് റെഗുലേറ്റർ ആണല്ലോ. ദ തേർഡ് ബ്രഷ് ഈസ് പൊസിഷൻ ബിറ്റ്വീൻ ദി മെയിൻ ബ്രഷസ് ബട്ട് സിഗ്നിഫിക്കന്റ്ലി അറ്റ് എ പോയിന്റ് എഫക്റ്റഡ് ബൈ ചേഞ്ചിങ് പ്ലസ് ഡ്യൂ ടു ആർമേച്ചർ റിയാക്ഷൻ. സോ ആൻസർ വരുന്നത്
ഓപ്ഷൻ സി ആണ് അല്ലെ, സംവേർ ദ ഫ്ലെക്സ് ബിക്കംസ് വീക്കർ അറ്റ് ഹൈ സ്പീഡ്സ്. ഹൈ സ്പീഡിൽ ഫ്ലെക്സ് എവിടെയാണ് വീക്ക് ആവുന്നത് അവിടെ ആയിരിക്കും എന്തുണ്ടാകുക, ഈ തേർഡ് ബ്രഷ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കുക, തേർഡ് ബ്രഷ് ജനറേറ്റർ എന്നുള്ള ഇതിൽ. ഓക്കെ, 9th ക്വസ്റ്റിലോട്ട് പോവുകയാണ്. 9th ക്വസ്റ്റിന് നമ്മുടെ ഒരു സ്റ്റാർട്ടിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. ഇൻ വിച്ച് ബെൻഡെക്സ് ഡ്രൈവ് ഡസ് ദ പിനിയൻ മൂവ്സ് എവേ ഫ്രം ദി സ്റ്റാർട്ടിംഗ് മോട്ടർ ടു എൻഗേജ് ദി ഫ്ലൈ വീൽ. ഇതിൽ ഏത് ടൈപ്പ് ബെൻഡെക്സ് ഡ്രൈവിലാണ് എന്ത് ചെയ്യുന്നത്, പിനിയൻ മൂവ്സ് എവേ ഫ്രം ദി സ്റ്റാർട്ടിംഗ് മോട്ടർ. സ്റ്റാർട്ടിംഗ് മോട്ടറിൽ നിന്ന് പിനിയന് അകന്നു പോകുന്നത് അല്ലെ, ഫ്ലൈ വീലിൽ എൻഗേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇൻബോർഡ് ടൈപ്പ് ആണോ, ഔട്ട്ബോർഡ് ടൈപ്പ് ആണോ, പ്രീ എൻഗേജ് ടൈപ്പ് ആണോ, ഓവർ റണ്ണിങ് ക്ലച്ച് ടൈപ്പ് ആണോ? ജസ്റ്റ് നമുക്കൊരു സ്റ്റാർട്ടിംഗ് മോട്ടറും ഒരു സ്റ്റാർട്ടിംഗ് മോട്ടറിന്റെ ഡ്രൈവുകളും സിമ്പിൾ ആയിട്ട് അറിയുമ്പോൾ അതിലുള്ള ഏറ്റവും ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് തന്നെ പറയാം അല്ലെ. ഔട്ട്ബോർഡ് ടൈപ്പ് ആണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഫ്ലൈ വീൽ ഉണ്ടാവും, ഇവിടെ നമുക്ക് പിനിയൻ കാണാൻ പറ്റും അല്ലെ, ബെൻഡെക്സിന്റെ പിനിയൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ പിനിയനിൽ നിന്ന് ഇവിടെ ഫ്ലൈ വീലിലോട്ട് ഇതെന്ത് ചെയ്യുന്നുണ്ട്, പോയിട്ടാണ് ജോയിന്റ് ആവുന്നത്. ഇൻ ഔട്ട്ബോർഡ് ടൈപ്പ് ബെൻഡെക്സ് ഡ്രൈവ് ദ പിനിയൻ മൂവ്സ് ഔട്ട്വേർഡ് അവേ ഫ്രം ദി സ്റ്റാർട്ടിംഗ് മോട്ടർ ഷാഫ്റ്റ് ടു മെഷ് ദ ഫ്ലൈ വീൽ റിംഗ് ഗിയർ ഡ്യൂറിംഗ് സ്റ്റാർട്ടിംഗ്. അപ്പോൾ ഓപ്ഷൻ ബി ആയിരിക്കും ഔട്ട്ബോർഡ് ടൈപ്പ്. ഓപ്ഷൻ ബി ആയിരിക്കും ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത്. ആണല്ലോ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റിന്, 10th ക്വസ്റ്റിന്, ഇഫ് ദ കോണ്ടാക്ട് ബ്രേക്കർ ഗ്യാപ്പ് ഈസ് ടു സ്മാൾ, കോണ്ടാക്ട് ബ്രേക്കർ ഗ്യാപ്പ് സി ബി ഗ്യാപ്പ് ആണ് പറയുന്നത് അല്ലെ. പോയിന്റ്സ് ഓപ്പൺ ഫോർ ടു ലോങ് ആൻഡ് സ്പാർക്ക് ബിക്കം സ്ട്രോങ്ങർ. പോയിന്റ് ഡു നോട്ട് റിമെയിൻസ് ഓപ്പൺ ലോങ് ഇനഫ് ആൻഡ് എൻജിൻ മേ മിസ്ഫയർ. ഓപ്ഷൻ സി പറയുന്നത് കോയിൽ വിൽ നോട്ട് ഗെറ്റ് എനി കറണ്ട്. ഓപ്ഷൻ ഡി പറയുന്നത് എൻജിൻ സ്പീഡ് ഇൻക്രീസസ് സഡൻലി. അപ്പോൾ കോണ്ടാക്ട് ബ്രേക്കറിന്റെ ഗ്യാപ്പ് വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ, സി ബി പോയിന്റിന്റെ ഗ്യാപ്പ് വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് ചോദ്യം. പോയിന്റ്സ് ഓപ്പൺ ഫോർ ടു ലോങ് ആൻഡ് സ്പാർക്ക് ബിക്കം സ്ട്രോങ്ങർ. കൂടുതൽ സമയം പോയിന്റ് ഓപ്പൺ ആയി നിന്നതിന് ശേഷം സ്പാർക്ക് സ്ട്രോങ്ങർ ആവുമോ. പോയിന്റ്സ് ഡു നോട്ട് റിമെയിൻ ഓപ്പൺ ലോങ് ഇനഫ് എഞ്ചിൻ മേ മിസ്ഫയർ, എഞ്ചിൻ മിസ്ഫയറിംഗ് സംഭവിക്കുമോ. കോയിൽ വിൽ നോട്ട് ഗെറ്റ് എനി കറണ്ട്, കോയിലോട്ട് തീരെ കറണ്ട് വരാതിരിക്കുമോ. എഞ്ചിൻ സ്പീഡ് ഇൻക്രീസസ് സഡൻലി. ഏതാണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക? കോണ്ടാക്ട് ബ്രേക്കറിന്റെ ഗ്യാപ്പ് വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതിലെ പോയിന്റുകൾ, ഓരോ പോയിന്റുകളായിട്ട് പറയുന്നുണ്ട്. ദ ബ്രേക്കർ പോയിന്റ് റിമെയിൻസ് ടു ക്ലോസ് ടു ലോങ്, ദേ ഡു നോട്ട് ഓപ്പൺ സഫിഷ്യൻലി, പ്രോപ്പർ മാഗ്നറ്റിക് ഫീൽഡ് കൊളാപ്സ് ഇൻ ഇഗ്നിഷൻ കോയിൽ അല്ലെ. അതേപോലെ തന്നെ വീക്ക് സ്പാർക്ക് ഈസ് പ്രൊഡ്യൂസ്ഡ്, എഞ്ചിൻ മേ മിസ്ഫയർ ഓർ റൺ പുവർലി. വീക്ക് സ്പാർക്ക് ഉണ്ടാകാം അല്ലെ, വീക്ക് സ്പാർക്ക് ആയിരിക്കും ഉണ്ടായിരിക്കുക, എഞ്ചിന് മിസ്ഫയറിംഗ് ഉണ്ടാവും. കാരണം സ്പാർക്ക് കറക്റ്റ് ആയിട്ട് വന്നില്ലേ മിസ്ഫയറിംഗ് ഉണ്ടാവും അല്ലെ, അതാണല്ലേ. അപ്പോൾ കോണ്ടാക്ട് ബ്രേക്കറിന്റെ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പ്രോപ്പർ ആയിട്ടുള്ള സ്പാർക്ക് ഒന്നും കിട്ടൂല. സോ ടു സ്മാൾ ആയി കഴിഞ്ഞാൽ ആൻസർ വരിക പോയിന്റ്സ് ഡു നോട്ട് റിമെയിൻ ഓപ്പൺ ലോങ്, കൂടുതൽ ലോങ് ആയിട്ട് അത് ഓപ്പൺ ആവില്ല, അതുകൊണ്ട് ഇനഫ് എഞ്ചിൻ മേ മിസ്ഫയർ, എഞ്ചിന് മിസ്ഫയറിംഗ് സംഭവിക്കും. അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത് നമ്മുടെ 10th ക്വസ്റ്റ്യൻ പറയുന്നത് കേട്ടോ. സോ നമ്മൾ ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്തത് നമ്മളുടെ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ നിന്ന് വന്നതും അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ നിന്ന് വന്നതുമായിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ്. കഴിഞ്ഞ റീസെന്റ് ഇപ്പോൾ നമുക്ക് ഈ ഒരു വർഷത്തിൽ തന്നെ എമിയുടെ സെയിം സിലബസിൽ നടന്നിട്ടുള്ള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ടിലെ ഫോർമാൻ എന്ന് പറഞ്ഞ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അടുത്ത ഒരു ഓട്ടോമൊബൈലിന്റെ നെക്സ്റ്റ് സെക്ഷൻസ് നമുക്ക് അടുത്തൊരു സെറ്റായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.